നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ടെട്രാപോഡ്. ടെട്രാപോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ് സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്നത് 4 കാലുള്ള മൃഗങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഈ 4 കാലുള്ള ടെട്രാപോഡ് നമ്മുടെ ഇവിടെ തീരസംരക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. വെള്ളം എതിരെ ഒഴുകുന്നതിന് പകരം അവയ്ക്ക് ചുറ്റും ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് തിരമാലയുടെ ശക്തി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ തീരസംരക്ഷണത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ഇറക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ആ ക്ലിപ്പ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ വീടിന് മുന്നിൽ തന്നെയാണ് കേട്ടോ ഇത് നടക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വലിയ പാറകൾ കൊണ്ട് ഇറക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആ പാറകൾ ഇറക്കുന്നത് കൊണ്ട് ഇവിടെ യാതൊരു ഗുണവുമില്ല. അത് കടലെടുത്തോണ്ട് പോകും, കടൽ കയറും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കടപ്പുറത്തൊരു 3-4 നിര വീടുകൾ അങ്ങോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീരദേശ റോഡിൽ വന്ന് തട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ തീരദേശ റോഡ് നവീകരണത്തിന്റെ പുതിയ പദ്ധതിയാണ്. ഇതിന് എങ്ങനെ വർക്ക് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിട്ടാണ് ഉച്ചയുറക്കത്തുനിന്ന് ഞങ്ങൾ 3 പേരും എണീറ്റത്. കുറച്ചു നേരം അവിടെ നടക്കുന്ന വർക്കൊക്കെ നോക്കി നിന്നു. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ വൈകിട്ടത്തെ ചായയ്ക്കും പഴംപൊരിക്കുമുള്ള പരിപാടികളായി. ഏത്തപ്പഴം നല്ല രീതിക്ക് പഴുത്തിരിക്കുന്നത് കൊണ്ടാണ് ഒരു ബലക്കുറവ്. പിള്ളേർക്കുള്ള പാലും ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലില്ലിയമ്മച്ചി ചക്കയട ഉണ്ടാക്കിയെന്നും പറഞ്ഞ് 2-3 എണ്ണം ഇവിടെ കൊണ്ടു തന്നു. ചക്കയടയും ചക്കപ്പാപ്പയും ചക്കബോളും ഒക്കെ എനിക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ നല്ല രീതിക്ക് കഴിക്കും. പക്ഷെ ഇവർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും പഴംപൊരി ഫാൻസാണ്. ആലൻ എത്താനായിട്ട് ഇനിയും വൈകും. ആലനുള്ള ചായ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ 3 പേരും വീണ്ടും സിറ്റ് ഔട്ടിൽ പോയി പഴംപൊരിയും ചായയൊക്കെ ആയിട്ട് അങ്ങിരുന്നു. അപ്പോഴേക്ക് ആദ്യം വന്ന് 2-3 ലോഡ് കഴിഞ്ഞതുകൊണ്ട് വണ്ടികളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കുറഞ്ഞിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, പൊടി വന്ന് അടിക്കും. ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്ക് ആലൻ എത്തി. പിന്നെ 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ 2 പേർക്കും ചോറ് കൊടുത്തു. അതുവരെ ഇത്തിരി നേരം TV ഒക്കെ കാണാൻ സമ്മതിച്ചു കേട്ടോ. ചോറും രാവിലത്തെ കടലക്കറിയും പയറും ചീരയും ഒക്കെ കൂടെ തോരൻ വെച്ചതായിരുന്നു മെനു. ഒത്തിരി പച്ചക്കറികളായതുകൊണ്ട് കുക്കുസാറിന് അത് പിടിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ നിലുമ്മ എന്ത് കൊടുത്താലും കൃതാർത്ഥനാണ്. പിള്ളേർക്ക് ചോറും കൊടുത്ത് ബാക്കിയിരുന്ന ചോറ് ഞാനും കഴിച്ചു. ആലനുള്ള ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു വിളി വന്നു, പുറത്ത് പോയി എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന്. ഞാനാണെങ്കിൽ കഴിച്ചും പോയി. പിന്നെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി കൂടെ കയറി. നിലുവും ഉണ്ട് ഒപ്പം. കുക്കുസാർ ഈ രാവിലെ മുഴുവൻ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് കുളിച്ച് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങിപ്പോവും. പക്ഷേ ഈ സാധനം ഉറങ്ങണമെങ്കിൽ 10-12 മണിയാവും. ഞങ്ങളെല്ലാവരും ഉറങ്ങി ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്താലേ അവൻ ഉറങ്ങത്തുള്ളൂ. എപ്പോഴും ഷാർജയും ഷെമാമും ഒക്കെ പറയുന്നത് കൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി പപ്പായ മിൽക്ക് ഷേക്കാണ് ആലൻ ഓർഡർ ചെയ്തത്. ആലൻ അൽത്താസയിൽ നിന്ന് ഒരു ഷവർമയും ഓർഡർ ചെയ്തിരുന്നു. ഇവനെ ഉറക്കാനുള്ള 18ാമത്തെ അടവാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കുഞ്ചിയമ്മയുടെ മക്കളും തൊപ്പിക്കാരനും ഒക്കെ കുറച്ചു നേരം ഇട്ട് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ 19ാമത്തെ ഒരു അടവുണ്ട്. കിടന്നുറങ്ങട അങ്ങോട്ടൊന്നൊരൊറ്റ പറച്ചിൽ. ഒരു നിലവിളിയോടുകൂടി അവനും ഉറങ്ങും.